നമ്മുടെ നാട്ടിൽ പണം നിക്ഷേപിക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ ഭൂരിഭാഗം പേരും തിരഞ്ഞെടുക്കുന്നത് ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ അഥവാ FDകളാണ്. അതിന് പ്രധാനമായും രണ്ട് കാരണങ്ങളാണുള്ളത്. ഒന്ന്, നമ്മുടെ പണത്തിന് കിട്ടുന്ന ഉറപ്പ്. രണ്ട്, നിശ്ചിത കാലാവധി കഴിയുമ്പോൾ ലഭിക്കുന്ന പലിശ. ബാങ്കുകളെ പോലെ തന്നെ ഇന്ത്യൻ തപാൽ വകുപ്പും അതായത് നമ്മുടെ സ്വന്തം പോസ്റ്റ് ഓഫീസും നമുക്ക് FD സൗകര്യം നൽകുന്നുണ്ട്. മികച്ച പലിശ നിരക്കും സുരക്ഷിതത്വവും പോസ്റ്റ് ഓഫീസ് FDകളുടെ പ്രധാന ആകർഷണങ്ങളാണ്. എന്നാൽ നമ്മൾ FDയിൽ പണം നിക്ഷേപിച്ചതിന് ശേഷം കാലാവധി പൂർത്തിയാകുന്നതിന് മുൻപ് എന്തെങ്കിലും ഒരു അടിയന്തര ആവശ്യം വന്നാൽ എന്ത് ചെയ്യും? അപ്പോൾ FD പിൻവലിക്കാൻ സാധിക്കുമോ? സാധിക്കുമെങ്കിൽ എന്തെല്ലാമാണ് അതിൻ്റെ നിയമങ്ങൾ? ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് പോസ്റ്റ് ഓഫീസ് FD കാലാവധി പൂർത്തിയാകുന്നതിന് മുൻപ് പിൻവലിക്കുന്നതിനെ കുറിച്ചുള്ള നിയമങ്ങളെ കുറിച്ചാണ്. എന്താണ് പോസ്റ്റ് ഓഫീസ് FD പ്രീ മെച്യൂർ വിത്ഡ്രോവൽ നിയമങ്ങൾ? നിങ്ങൾ പോസ്റ്റ് ഓഫീസിൽ ഒരു നിശ്ചിത കാലയളവിലേക്ക് പണം നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ കാലാവധി പൂർത്തിയാകുന്നതിന് മുൻപ് അത് പിൻവലിക്കാൻ സാധിക്കും. എന്നാൽ അങ്ങനെ ചെയ്യുമ്പോൾ ചില നഷ്ടങ്ങൾ സഹിക്കേണ്ടി വരും. നിയമങ്ങൾ താഴെ പറയുന്നവ. 6 മാസത്തിന് ശേഷം നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും പണം പിൻവലിക്കാം. 6 മാസത്തിനും 1 വർഷത്തിനും ഇടയിൽ പിൻവലിച്ചാൽ 6 മാസത്തിന് ശേഷവും എന്നാൽ 1 വർഷം പൂർത്തിയാകുന്നതിന് മുൻപും നിങ്ങൾ പണം പിൻവലിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന പലിശ പോസ്റ്റ് ഓഫീസ് സേവിങ്സ് അക്കൗണ്ടിന്റെ പലിശ നിരക്ക് തുല്യമായിരിക്കും. നിലവിൽ ഇത് 4%. 1 വർഷത്തിന് ശേഷം പിൻവലിച്ചാൽ 1 വർഷം കഴിഞ്ഞാണ് നിങ്ങൾ FD പിൻവലിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിരുന്ന പലിശ നിരക്കിൽ നിന്ന് 2% കുറവ് വരുത്തിയായിരിക്കും പലിശ കണക്കാക്കുക. ഉദാഹരണത്തിന് നിങ്ങളുടെ FDയുടെ പലിശ നിരക്ക് 7.1% ആണെങ്കിൽ 1 വർഷത്തിന് ശേഷം പിൻവലിച്ചാൽ 5.1% നിരക്കിലായിരിക്കും പലിശ ലഭിക്കുക. 5 വർഷത്തെ FDയുടെ പ്രത്യേക നിയമം. നിങ്ങൾ നിക്ഷേപിച്ചിരിക്കുന്നത് 5 വർഷത്തെ FDയിലാണെങ്കിൽ 4 വർഷം പൂർത്തിയാകുന്നതിന് മുൻപ് പണം പിൻവലിക്കാൻ സാധിക്കില്ല. 4 വർഷത്തിന് ശേഷം പിൻവലിക്കുകയാണെങ്കിൽ നിങ്ങൾ പോസ്റ്റ് ഓഫീസ് സേവിങ്സ് അക്കൗണ്ടിന്റെ പലിശ നിരക്കായ 4% ആയിരിക്കും ലഭിക്കുക. പോസ്റ്റ് ഓഫീസ് FD പലിശ നിരക്കുകൾ. 1 വർഷം FD 6.9%, 2 വർഷത്തെ FD 7.0%, 3 വർഷത്തെ FD 7.1%, 5 വർഷത്തെ FD 7.5%. ഈ പലിശ നിരക്കുകൾ ഓരോ പാദത്തിലും സർക്കാർ പുനഃപരിശോധിക്കുന്നതിനാൽ നിക്ഷേപിക്കുന്നതിന് മുൻപ് ഏറ്റവും പുതിയ നിരക്കുകൾ ഉറപ്പുവരുത്തുക. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പോസ്റ്റ് ഓഫീസ് FDയിൽ പണം നിക്ഷേപിക്കുമ്പോൾ കാലാവധി പൂർത്തിയാകുന്നതിന് മുൻപ് പണം പിൻവലിച്ചാൽ ഉണ്ടാകുന്ന നഷ്ടങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം. നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾക്ക് അനുസരിച്ച് ശരിയായ കാലാവധി തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. അടിയന്തര സാഹചര്യങ്ങൾക്കായി ഒരു നിശ്ചിത തുക എളുപ്പത്തിൽ പിൻവലിക്കാൻ സാധിക്കുന്ന സേവിങ്സ് അക്കൗണ്ടിലോ മറ്റ് ലഘു സമ്പാദ്യ പദ്ധതികളിലോ നിക്ഷേപിക്കുന്നതും നല്ലൊരു ആശയമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു. പോസ്റ്റ് ഓഫീസ് നിക്ഷേപങ്ങളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.